ഇന്ന് ഞങ്ങൾ പോകുന്നത് മധുരയിലെ ഫേമസ് ഒരു പർച്ചേസിംഗ് കേന്ദ്രമായ ശരവണ ഭവനിലേക്കാണ്. മധുരയിലെ ബ്രാഞ്ചാണിത്. 8 നിലയുണ്ട്. പർച്ചേസ് ചെയ്താലും തീരാത്തത്രയും സാധനങ്ങളാണ് ഈ കടയിലുള്ളത്. അടിപൊളി ഐറ്റംസ്. ഏറ്റവും താഴത്തെ നിലയിൽ ഗോൾഡാണ്. അവിടെ ഞങ്ങൾ കയറിയില്ല. അടുത്ത 8ാമത്തെ നിലയിൽ നിന്ന് തുടങ്ങി അവിടെ ഹോം അപ്ലയൻസസ് ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെക്ഷനായിട്ട് ഫുഡൊക്കെ ഉണ്ട്. ദേവദത്തൻ അവിടുന്ന് ഫ്രഞ്ച് ഫ്രൈയും ടീയും ഒക്കെ മേടിച്ച് കുടിച്ചിട്ട് റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ താഴത്തെ നിലയാണിത്. ബക്കറ്റ് അങ്ങനെ വീട്ടിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് ഐറ്റംസ്, വാട്ടർ ബോട്ടിൽ, കപ്പുകൾ, പ്ലേറ്റ്സ്, അങ്ങനെയല്ല. അത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ആ ഒരു ഏരിയ ഫുൾ, ഓരോ ഏരിയയിൽ ഓരോ ഐറ്റമാണ്. കണ്ടാലും തീരത്തില്ല. പലതരം ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ ഉരുട്ടിക്കൊണ്ട് കിടക്കുന്ന പൊടി കുഞ്ഞുങ്ങൾക്കുള്ള വണ്ടി, അതേപോലെ പല തരം പാത്രങ്ങൾ. ഇതെല്ലാം വഞ്ചികളാണ്. ദേവദത്തൻ എപ്പോഴും മധുരയിൽ വരുമ്പോൾ ശരവണ ഭവനിൽ നിന്ന് വഞ്ചി വാങ്ങിക്കുന്ന ഒരു ഹോബിയാണ്. ഇപ്രാവശ്യവും വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തില്ല. വഞ്ചി കാരണം വീട്ടിൽ സ്ഥലമില്ല. ഇതെല്ലാം വഞ്ചിയുടെ വെറൈറ്റി സ്റ്റൈലുകളാണ്. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. വഞ്ചിയാണെന്ന് ആരും പറയത്തില്ല. കളിപ്പാട്ടം പോലെ ഇരിക്കും. നിറയെ ഐറ്റംസ്. ഇതെല്ലാം പാത്രങ്ങളുടെ ഐറ്റംസാണ്. ബേക്കറി ഐറ്റംസും അരി ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുടങ്ങൾ, സ്റ്റൂളുകൾ, അങ്ങനത്തെ എല്ലാ രീതിയിലെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ മാത്രവും പിന്നെ ഗ്ലാസിൻ്റെ അതുമാണ് ഇവിടെ ഉള്ളത്. ചോപ്പറുകൾ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത്. അതിൽ വെറൈറ്റി ആയിട്ട് എനിക്കിഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ, ആ വഞ്ചിയും അതൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു വാട്ടർ ബോട്ടിലാണ്. കണ്ടപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ല. കൊച്ചുങ്ങൾക്ക് വെളിയിൽ പോകുമ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ ഇങ്ങനെ വലുതാക്കാം. കുടിച്ച് തീർന്നു കഴിയുമ്പോൾ അതിനെ ചെറുതാക്കാം, ചുരുട്ടി ഇവിടെ തൂക്കിയിടാമെന്ന്. ബെൽറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നതാണ്. സൈക്കിളിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഒക്കെ നല്ല ഉപയോഗമാണ്. കുടിച്ച് കഴിയുമ്പോൾ ഇത്രയും വലുപ്പത്തിൽ വെക്കണ്ട, ചുരുക്കിയെടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്ന പയ്യനാണ് അത്. പിന്നെ ഇവിടെ എല്ലാം ബ്രൗൺ പേപ്പർ, പിന്നെ ബാസ്ക്കറ്റുകൾ, വെജിറ്റബിൾസൊക്കെ കഴുകുന്ന സാധനമെന്ന് പറഞ്ഞാൽ അരിപ്പ പോലുള്ള അതാണിത്. സോപ്പ് പെട്ടി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാമാണ് ഈ ഭാഗത്തുള്ളത്. ഇത് വാഷ് ബേസിനിൽ വെക്കുന്ന സോപ്പ് വെക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം ക്യാന്, വാട്ടർ